35,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയത്. ഇത് പ്രീമിയം ഇൻഷുറൻസ് ആണ് വരുന്നത്. 37,000 ചെയ്തു കൊടുക്കാം. ഇത് 11,50 നമ്മൾ ആസ്കിങ്. 11,50,000 നല്ലൊരു പ്രൈസ്. 2017 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ആണ്. 2020 ആണ്. 65,000 കിലോമീറ്റർ ഓടി. 60,000 റീസെന്റ് സർവീസ് ചെയ്തതാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത്. അതേപോലെ തന്നെ 18,000 കിലോമീറ്റർ ഓടി. ജെനുവിൻ ആണ്. അത് ഓൾറെഡി ഈ ക്ലസ്റ്ററിൽ കാണിക്കും. മലയാളം മീഡിയയിലെ ലോ കിലോമീറ്റർ ആൻഡ് ഹൈ ക്വാളിറ്റി എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് വെറും 6 വണ്ടികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ നിൽക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഓരോ പ്രത്യേകതകളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം. ഹൈ ക്വാളിറ്റി ലോ കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ റേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വെറിയിടാവേണ്ട ആവശ്യമില്ല. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് എല്ലാ വാഹനങ്ങളും നിങ്ങൾക്ക് തരാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഫോർച്യൂണറൊക്കെ നോക്കുകയാണെങ്കിൽ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഫോർച്യൂണറാണ്. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഇനിയിപ്പോൾ റയർ ക്രിസ്റ്റ, ഇങ്ങനത്തെ ക്രിസ്റ്റ കിട്ടാൻ പാടാണ് കേട്ടോ. 37,000 കിലോമീറ്റർ മാത്രം ഓടിയ സെഡ് ഓട്ടോമാറ്റിക് വണ്ടി. ഏകദേശം ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ ഒരു 16-17 കിലോമീറ്റർ ഷുവറായിട്ടും മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം. ഇനി വേണമെങ്കിൽ ബഡ്ജറ്റ് കുറഞ്ഞത് നോക്കുന്നവർക്ക് G4 ഓട്ടോമാറ്റിക് ഉണ്ട് നമ്മുടെ കയ്യിൽ. അതും 65,000 കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഈ ക്രിസ്റ്റൊക്കെ ടൊയോട്ട കമ്പനി വാറണ്ടി നിലനിൽക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ധൈര്യത്തോടു കൂടി നിങ്ങൾക്ക് വാഹനം എടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഡിൻ്റെ Q5 ഉണ്ട്, അതുപോലെ തന്നെ ബെൻസ് ഉണ്ട്. ഇനി ഈ വീഡിയോയിൽ ഒരു ഹൈലൈറ്റ് സാധനം, വെറും 18,000 കിലോമീറ്റർ മാത്രം ഓടിയ മിനി കൂപ്പർ കേട്ടോ. ഈ വണ്ടികളുടെ ഒക്കെ ഡീറ്റെയിൽ നമ്മൾ കറക്റ്റായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ടോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്കാണ് പോവാം. അപ്പോൾ നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ പോകുന്നത് അബ്ദുള്ള ജുറൈജ് ബ്രോ ആണ്. ബ്രോ, മലയാളം മീഡിയയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, നമ്മുടെ ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾ ഓഫീസ് വരുന്നത് പാളയം KV കോംപ്ലക്സിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത്. കോഴിക്കോട് ഓപ്പോസിറ്റ് ജയറാം കാർഡ്സ് പറയും. അതെ, നോർമലി ഉള്ള എല്ലാവർക്കും അറിയാം KV കോംപ്ലക്സ്. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്പർ താഴത്ത് കൊടുത്തിട്ട് അതിൽ വിളിച്ചാൽ മതി. എന്താണ് ബ്രോ ഈ ഒരു ലോ കിലോമീറ്റർ വണ്ടികൾ എവിടുന്ന എനിക്ക് കിട്ടുന്നത്? നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുന്ന ഓരോ വണ്ടികളും നമ്മൾ പേഴ്സണലി പോയിട്ട് ചെക്ക് ചെയ്ത് എടുക്കുന്ന എല്ലാ വെഹിക്കിളും. നമുക്കിപ്പോ HR വണ്ടി ഉണ്ട്, WB ഉണ്ട്, അതേപോലെ PY ഉണ്ട്, ഡൽഹി വണ്ടി ഉണ്ട്. അപ്പൊ നമ്മൾ കൊൽക്കത്തയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും നമ്മൾ പേഴ്സണലി പോയിട്ട് നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത്. ഇപ്പൊ ആൾക്കാർ ഇപ്പൊ ഈ ക്രിസ്റ്റ പറഞ്ഞല്ലോ 37,000 കിലോമീറ്റർ ഇപ്പൊ തിരിച്ചതാണ് മറിച്ചതാണ് ടൊയോട്ടന്റെ വണ്ടിയാണ് നിങ്ങൾ അതിന്റെ ഓതറൈസ്ഡ് ഷോറൂം കൊണ്ട് ചെക്ക് ചെയ്യാം. ബെൻസിനാണ് ഏത് വണ്ടി നിങ്ങൾക്ക് സർവീസ് സെന്ററിൽ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ മെക്കാനിക്കിനെ കൊടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒരു ഗ്യാരണ്ടി കൊടുക്കാം. ലോ കിലോമീറ്റർ ഹൈ ക്വാളിറ്റി വണ്ടിയാന്ന് പറഞ്ഞു. വലിയ വിലയാണോ ചോദിക്കുന്നത്? അല്ലല്ല, നിങ്ങളെ മലയാളം മീഡിയാസിന് നമ്മൾ സ്പെഷ്യൽ ഓഫറാണ്. തീർച്ചയായും. എന്താ കൊടുക്കാൻ പറ്റുക? നമ്മൾ പ്രൈസിൽ നമ്മൾ അത്രയും ബെസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് പറയും. നമ്മളെ ഫോളോവേഴ്സ് വരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫോളോവേഴ്സ് വരുമ്പോൾ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം. പ്രൈസിന്റെ കാര്യത്തിൽ അവർ ഇവിടുന്ന് പിരിഞ്ഞു പോരുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു 6 വണ്ടികൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഓരോ വണ്ടിക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ ഉണ്ട്. അപ്പൊ നമ്മൾ സംസാരിച്ച് ലാഗ് അടിപ്പിക്കാതെ ഓരോ വാഹനങ്ങളായിട്ട് തന്നെ പരിചയപ്പെടാം. കമോൺ ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരുപാട് പേര് ഡ്രീം കാർ ആയിട്ടുള്ള ഫോർച്യൂണറിനെ പരിചയപ്പെടാം. അതും സിംഗിൾ ഓണർ. 2014 ആണ്. ഓട്ടോമാറ്റിക് ആണ്. 4x2 ഓട്ടോമാറ്റിക്. 1.54 ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ജെനുവിൻ ഹിസ്റ്ററി. 2022 വരെ ഹിസ്റ്ററി ഉണ്ട്. 1.20 ചില ഹിസ്റ്ററി ഉണ്ട്. പിന്നെ 2 വർഷത്തോളം അത് പുറത്തുനിന്ന് ചെയ്തതാണ്. ഫ്രണ്ടിത്തെ ഗ്ലാസും ബാക്ക് ഗ്ലാസും റീപ്ലേസ് ആണ്. വേറെ ആപ്രോണോ കാര്യങ്ങളൊന്നും ചേഞ്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഡിക്കും റീപ്ലേസ് അല്ല, ഗ്ലാസ് മാത്രം റീപ്ലേസ് ആണ്. അപ്പൊ മേജർ റീപ്ലേസ് ആണ് ബോണറ്റ്, അതുപോലെ തന്നെ ഡിക്കി റീപ്ലേസ് ആവാൻ ചാൻസ് ഉണ്ട്. അതെ, ഒന്നുമില്ല. മൈനർ റീപ്ലേസ് ആയതുകൊണ്ടാണ് ഫ്രണ്ടും ബാക്കും ഗ്ലാസ് മാത്രമേ. അത് നമ്മുടെ ഹിസ്റ്ററിയിൽ കറക്റ്റ് അവൈലബിൾ ആണ്. കറക്റ്റ് കമ്പനിയാണ്. പിന്നെ പുതിയ ഇൻഷുറൻസ് ആണ്. 2026 വരെ ഇൻഷുറൻസ് ഉണ്ട്. പുതിയ ഇൻഷുറൻസ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഇന്റീരിയർ നോക്കാം. ഒരു സിംഗിൾ ഓണർ ഉപയോഗിച്ചിന്റെ ക്വാളിറ്റി നമുക്ക് ഇന്റീരിയർ സാധിക്കുന്നുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ, AC, ടച്ച് സ്ക്രീൻ, സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്സ് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും പക്ക നീറ്റ് ആയിട്ട് എല്ലാ ഭാഗങ്ങളും വർക്കിംഗ് അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യാലോ. നിങ്ങൾ ടൊയോട്ടയിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യാം. എങ്ങനെ വേണേലും എടുത്തോളൂ. ഇത് രജിസ്ട്രേഷൻ ഏതായിരുന്നു? ഡൽഹി രജിസ്ട്രേഷൻ. ഓക്കെ, നമുക്ക് NOC യിലാണോ അതോ NOC പ്രൈസ് ആണ്? വിത്ത് NOC പ്രൈസ് ആണ്. എത്രക്ക് ചെയ്തു കൊടുക്കാം? ഇത് 11,50 നമ്മൾ ആസ്കിങ്. 11,50,000 അത് നല്ലൊരു പ്രൈസ് ആണ്. പിന്നെ നമുക്ക് നമ്പർ ആക്കാൻ നിങ്ങൾ ലോൺ ചെയ്യുന്നുണ്ടോ? ലോൺ നമ്മൾ ചെയ്ത് കൊടുക്കുന്നില്ല. അവർക്ക് വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാണല്ലേ? ഓക്കെ, അപ്പൊ ലോൺ ഫെസിലിറ്റി ഒന്നും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, ചെറുതായിട്ട് നെഗോഷ്യബിൾ ആയിട്ട് ചെയ്ത് കൊടുക്കുമല്ലോ? തീർച്ചയായിട്ടും.
അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ക്രിസ്റ്റ പരിചയപ്പെടാം. നമ്മളെ പറഞ്ഞ ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെ വരും? ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ 35,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയത്. ഇത് പ്രീമിയം ഇൻഷുറൻസ് ആണ് വരുന്നത്. 37,000 കിലോമീറ്റർ. ഇതിന്റെ എല്ലാം ക്വാളിറ്റി ഇതിലാണ് ഉള്ളത്. പിന്നെ ആയിക്കോട്ടെ മൊത്തത്തില് 22 മോഡൽ അല്ലേ? അതെ 2021 മോഡൽ. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ 2.4 Z ആണ്. അതെ മൈലേജ് കിട്ടും. 2.4 ആണ്. നല്ല മൈലേജ് ഉണ്ടാവും. അതെ പ്രീമിയം ഇൻഷുറൻസ് ആണ്. പിന്നെ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. PY രജിസ്ട്രേഷൻ. വണ്ടിക്ക് എന്തെങ്കിലും റീപ്ലേസ് ഈ ചെറിയൊരു ഗ്ലാസും ക്വാർട്ടർ ഗ്ലാസും പിന്നെ അതേപോലെ തന്നെ ആ ഒരു ഷെയ്ഡിലെ ഈ ഒരു ഗ്ലാസ് റീപ്ലേസ് അത് കമ്പനിയിൽ നിന്നാണ് റീപ്ലേസ്. ഇത് റീപ്ലേസ് അല്ല, ആ സൈഡിൽ റീപ്ലേസ്. മേജർ റീപ്ലേസ് ഓക്കെ. Z ഓട്ടോമാറ്റിക്. മൈലേജ് നോക്കുന്നവർക്കും അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്കും ഇത് നല്ലൊരു അവസരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 2.4 ആയതുകൊണ്ട് നമുക്ക് നല്ല പെർഫോമൻസ് മൈലേജും കിട്ടും. പിന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 70% ടയർ പിന്നെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് പിന്നെ കീലെസ് എൻട്രി വരുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്ത് വരുമ്പോൾ സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ടച്ച് സ്ക്രീൻ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലൈമറ്റ് കൺട്രോൾ AC. പിന്നെ നമുക്ക് 7 സീറ്റർ ആണ്. കമ്പനി ലെതർ സീറ്റും. ഓക്കെ. എത്രയാണ് ഈ ഒരു മോഡൽ? ഇത് നമ്മൾ ആസ്കിംഗ് എന്ന് പറഞ്ഞാൽ 2450 ആണ്. ചെറിയൊരു നെഗോസിയേഷനിൽ നമുക്ക് 2450 ആണ് ആസ്ക് ചെയ്യുന്നത്. നമുക്ക് ലോൺ ചെയ്യണമെങ്കിൽ ഇനി വേണമെങ്കിൽ PY അവർക്ക് വേണമെങ്കിൽ അഡ്രസ് ആക്കി കൊടുക്കാം. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മളിപ്പോ ഒരു കസ്റ്റമറിന് ഒരു വെന്റോ കൊടുത്തിരുന്നു. ബാംഗ്ലൂരിലെ ഒരു കസ്റ്റമറാണ്. പക്ഷെ കസ്റ്റമർ NOC മുതൽ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എല്ലാ വർക്കും RTO വരെ നമ്മൾ ആളെ വിട്ടിട്ട് ചെയ്തു കൊടുക്കാം. കസ്റ്റമർ ഒന്നും ചെയ്തിട്ടില്ല. പേപ്പർ വർക്കിന്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ ചെയ്തു. ഓക്കെ 100%. ഇപ്പൊ നമ്മൾ ഒരു HP വണ്ടി കൊടുത്തിരുന്നു. ഫോർച്യൂണർ 4x2 2019 വണ്ടിയാണ്. അത് നമ്മൾ 5 ദിവസം കൊണ്ടാണ് നമ്മൾ എന്താ ചെയ്ത് കൊടുത്തത്? NOC എടുത്തു കൊടുത്തു. അതെ നമ്മളിവിടെ ടോപ്പ് മാൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടോ? ടോപ്പ് മാൾ എന്ന് പറഞ്ഞാൽ അവരുടെ പേജ് അവർക്ക് നമ്മൾ കൊടുത്തത് ബ്യൂട്ടി സ്റ്റോർ എന്നൊക്കെ പറയും. SM ഷീറ്റിലൊക്കെ ഷോപ്പാണ്. അവർക്ക് നമ്മൾ കൊടുത്തത്. പേപ്പർ വർക്കിന്റെ കാര്യത്തിൽ നമ്മൾ ഫോളോവേഴ്സിന് പേപ്പർ വർക്കിന്റെ കാര്യത്തിൽ വെറിഡ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി വണ്ടി നോക്കുകയാണെങ്കിൽ കമ്പനി കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും നോക്കി എടുത്താൽ തീർച്ചയായിട്ടും. ഓക്കെ. അപ്പൊ അടുത്തതായിട്ട് ഇനി ഓട്ടോമാറ്റിക്കലി ലോ ബഡ്ജറ്റ് നോക്കുന്നവർക്ക് നമുക്ക് 2020 ആണ്. 65,000 കിലോമീറ്റർ ഓടി 60,000 റീസെന്റ് സർവീസ് ചെയ്തതാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഇത്. അതേപോലെ തന്നെ സെഡിലെ എല്ലാ ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇത് വരുന്നുണ്ട്. ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്. ഓൾറെഡി ഉള്ളതാണ്. അതെ 2.4 GX ആണ് എഞ്ചിൻ വരുന്നത്. അതെ BS6 എഞ്ചിൻ. മൈലേജ് മാത്രമല്ല എഞ്ചിൻ ഒന്നുകൂടെ ഒന്ന് പുതിയ മോഡൽ വരുന്നത്. നോർമൽ ക്രിസ്റ്റേനെ അപേക്ഷിച്ച് ഇത് കുറച്ചുകൂടി അടിപൊളി ഒരു വാഹനമാണ്. നല്ല മൈലേജ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു 17 ലെവലിൽ നമുക്ക് ലോങ് പോകുമ്പോൾ കിട്ടും. ലോക്കൽ ആണെങ്കിൽ ഒരു 12-15 ആ റേഞ്ചിൽ നമുക്ക് ലഭിക്കും. 2.4 വണ്ടി. ഈ ടയർ ഒരു നമുക്ക് 80% ടയർ ഉണ്ട്. 80%. ഓക്കെ. ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആ ഒരു പുതിയ വണ്ടിന്റെ സ്മെല്ല് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാം. ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിലേക്ക് ജസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി വരുന്നതാണല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് എത്രയാണ് ഇതിന്റെ ഒരു പൊട്ടിച്ച പ്രൈസ്? ഇത് നമുക്കൊരു 1850 ആണ് ആസ്കിങ്. നമ്മൾക്ക് നിങ്ങളെ ഒരു ഇത് മലയാള മീഡിയ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒരു കൊടുക്കാം. ഫോളോവേഴ്സ് വരുമ്പോൾ കാരണം പുതിയ 22 മോഡൽ വണ്ടിയാണ് BS6 കേട്ടോ. 2020 മോഡൽ വണ്ടിയാണ്. BS6 എഞ്ചിനാണ്. ആ ഒരു ധൈര്യത്തോടെ കൊടുക്കാം. ഓക്കെ. അപ്പൊ അടുത്തായിട്ട് Audi Q5 അതായത് 4x4 ആണ്. 4x4 ഓട്ടോമാറ്റിക് ആണ്. തേർഡ് ഓണർഷിപ്പ് ആണ്. 110 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 80 വരെ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. പിന്നെ 3 സർവീസ് പുറത്തും ചെയ്താണ്. 1,40,000 രൂപയ്ക്ക് സർവീസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബില്ല് കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഗ്യാരണ്ടി. ഈ പ്രീമിയം വണ്ടി ആകുമ്പോൾ മെക്കാനിക് അതുപോലെ തന്നെ എല്ലാം ചെക്ക് ചെയ്യാം. ഒക്കെ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നമ്മുടെ ഭാഗത്തുനിന്ന് ഗ്യാരണ്ടി കൊടുക്കും. ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ മെക്കാനിക്കിന് കൊടുത്തിട്ട് ഓതറൈസ്ഡ് ഷോറൂം കൊണ്ടുപോയിട്ട് എങ്ങനെ വേണം ചെക്ക് ചെയ്യാം. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ. നമ്മൾ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല അട്രാക്റ്റീവ് ഇന്റീരിയർ ആണ് വരുന്നത്. നമ്മൾക്ക് പാനോറാമിക് സൺറൂഫ് ആണ് വരുന്നത്. പാനോറാമിക് സൺറൂഫ് അതുപോലെ തന്നെ സീറ്റ് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് ആ ഒരു ഡാഷ്ബോർഡ് അതുപോലെ തന്നെ ഡോർ പാഡ് ഒക്കെ നമുക്ക് 2013 വണ്ടിയാണ് ഫീൽ ചെയ്യില്ല. ബട്ടൺസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതിന്റെ കളറൊന്നും റിമൂവ് ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഇനി ഇതിന്റെ പ്രൈസ് ആണ് അറിയേണ്ടത്. ഇത് നമുക്ക് 11.5 ആണ് നമ്മൾ ആസ്കിങ്. 11.5 ലക്ഷം. PY ആണ്.
ഇത് PY രജിസ്ട്രേഷൻ ആണ്. PY രജിസ്ട്രേഷൻ. ഓക്കെ, നമുക്ക് ലോൺ വേണമെങ്കിൽ അതിൽ ചെയ്യാം. നമുക്ക് അത് നോക്കിയിട്ട് മാക്സിമം നമുക്ക് അഡ്രസ് ആക്കി കൊടുക്കാം. നമ്മുടെ ട്രാക്കും സിബിൽ സ്കോറിനനുസരിച്ച് അവർക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ലോൺ ചെയ്യാലോ. ലോൺ ചെയ്യാവുന്ന ഒരു വാഹനം കൂടിയാണ്. എന്തെങ്കിലും നൈസായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും. അതെ, തീർച്ചയായിട്ടും. അത് നിങ്ങളെ മലയാളി മീഡിയ ഒക്കെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നേരിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ അടുത്തായിട്ട് നമുക്ക് ബെൻസിന്റെ GLC 220. ഓക്കെ, എത്രയാണ് മോഡൽ? 2017 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 60,000 കിലോമീറ്റർ ആണ്. അതെ, ഇത് ഫുൾ കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. സെക്കൻഡ് ഓണർ. ഓക്കെ, വണ്ടി റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഫ്രണ്ട് ഈ ഒരു ഹെഡ് ലാമ്പ് റീപ്ലേസ് ആണ്. ഈ ഒരു ഹെഡ്ലൈറ്റ് മാത്രം അത് ഹിസ്റ്ററിയിൽ ഉള്ളതാണ്. ബാക്കിയൊന്നും റീപ്ലേസ് ഇല്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നുമില്ല, ഒന്നും റീപ്ലേസ് ഇല്ല. ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു 80-90% ടയർ ഉണ്ട്. ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. എല്ലാ വണ്ടി അങ്ങനെ തന്നെ കേട്ടോ. ഇൻഷുറൻസ് ഒക്കെ എല്ലാം. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ കാണാനൊരു ക്യൂട്ട് ലുക്കാണ്. പുതിയ മോഡൽ ആയതുകൊണ്ട് പുതിയ ഡിസൈൻ ആണ്. ഇപ്പൊ ഇന്റീരിയർ ആയിക്കോട്ടെ എക്സ്റ്റീരിയർ ആയിക്കോട്ടെ പക്കാ പ്രീമിയം അല്ലേ, ക്വാളിറ്റി ആണ്. നല്ല ക്വാളിറ്റി തന്നെ. പാനോറമിക് സൺറൂഫ് ആണ് വരുന്നത്. പാനോറമിക് സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വുഡൻ ഫിനിഷിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, ഇപ്പൊ പ്രീമിയം വണ്ടിക്ക് ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് ഈ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ ഈ ഒരു ബട്ടൺസിന്റെ ഭാഗത്തൊക്കെയാണ്. അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് വണ്ടി ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ ഒരു ബെൻസിന്റെ ഈ ഒരു വേരിയന്റ് നോക്കുന്നവർക്ക് WB ആണ്, കൊൽക്കത്ത രജിസ്ട്രേഷൻ ആണ്. ഇത് നമ്മൾ NOC എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. നമുക്ക് ഈ ഒരു വാഹനം NOC നമുക്ക് 27 രൂപ ആസ്ക് ചെയ്യും. 27 ഇത് പുതിയ ഓൺ റോഡ് ഇറങ്ങുമ്പോൾ ഏകദേശം 10-55 ലക്ഷം രൂപ വണ്ടി. ഒരു പുതിയ വണ്ടി നോക്കുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ലോണും ആണെങ്കിൽ നമ്പർ ആയതിനു ശേഷം നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മളെ പറഞ്ഞു 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ ജെനുവിൻ ആണോ? ജെനുവിനാണ്. അത് ഓൾറെഡി ഈ ക്ലസ്റ്ററിൽ കാണിക്കും. ഈ BMW വെഹിക്കിൾസിലൊക്കെ കാണിക്കല്ലോ. അതേപോലെ ഓൾറെഡി മിനി കൂപ്പറിന്റെ ക്ലസ്റ്ററിലുണ്ട്. പിന്നെ ഹിസ്റ്ററി അവൈലബിൾ ആണ് കമ്പനിയിൽ. തേർഡ് ഓണർഷിപ്പ് ആണ്. HR നമ്പർ ആണ്. തേർഡ് ഓണർഷിപ്പ്. പക്ഷെ കിലോമീറ്റർ കിലോമീറ്റർ 18,000 കിലോമീറ്റർ. അപ്പൊ മിനി കൂപ്പർ, ബ്രാൻഡ് ന്യൂ മിനി കൂപ്പർ നോക്കുന്നവർക്ക് ഇത് പെട്രോളോ ഡീസലാ? ഇത് പെട്രോൾ ആണ്. മൈലേജ് അപ്പൊ എത്ര കിട്ടും നമുക്ക്? മൈലേജ് നോർമലി ഒരു 10 പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ ഇത് ഇപ്പം നമ്മൾ എടുത്ത ആളെ കയ്യിൽ തന്നെ ഒരു 5 വണ്ടി ഉണ്ട്. ഇത് കൂടാണ്ട് ഒരു 5 വണ്ടി ഉണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുന്ന പിന്നെ പുതിയതായിട്ട് നോർമൽ ഇപ്പൊ മിനി കൂപ്പർ എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾക്ക് ഒരു ഭയങ്കര ചെറുപ്പക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ഇപ്പൊ ഇന്റീരിയർ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രഷ് വണ്ടിന്റെ ഫീല് പോയിട്ട് തന്നെ അല്ലേ? സ്റ്റിയറിംഗ് ആയിക്കോട്ടെ, സീറ്റ് ആയിക്കോട്ടെ, ഡോർ പാഡ്സ് ആയിക്കോട്ടെ, ആ ഒരു പുതിയ വണ്ടിന്റെ ഫീലിംഗ് നഷ്ടപ്പെടാതെ. അതെ, ഈ വാഹനം ഓൺ റോഡ് ഇറങ്ങുമ്പോൾ എത്ര പ്രൈസ് വന്നിരുന്നു? ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 50-60 ആ റേഞ്ചിലൊക്കെ വരുന്നത്. ഇപ്പൊ നമുക്ക് എത്ര കൊടുക്കും? ഇപ്പൊ നമുക്ക് ഇത് 32 ആണ് നമ്മൾ ആസ്കിങ്. അതെ, നമുക്ക് അത് പ്രൈസ് ഇൻഷാല്ലാ നല്ലൊരു വിലക്ക് നമുക്ക് കൊടുക്കാം. ലൈറ്റ്ലി നെഗോഷ്യബിൾ ചെയ്ത് കൊടുക്കാം. റീപ്ലേസ് ഒന്നുമില്ല, ഒന്നുമില്ല. നല്ലൊരു അഫോർഡബിൾ പ്രൈസ് ആണ്. പുതിയ മിനി നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായും. ഇത് HR ആണ് നമ്പർ. ഇത് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ. നമ്പർ ആക്കാൻ ഏകദേശം ഒരു 4 lakh ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലോ കിലോമീറ്റർ ആൻഡ് ഹൈ ക്വാളിറ്റി എപ്പിസോഡ് നമ്മൾ പ്രേക്ഷകരോട് വന്നോളി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കിലോമീറ്ററിന്റെ കാര്യത്തിലാണ് നമുക്ക് ജെനുവിനിറ്റി പറയാൻ സാധിക്കും. നിങ്ങൾ വന്ന് ചെക്ക് ചെയ്തിട്ട് എങ്ങനെ വേണേലും എടുത്തോളി. നമ്മുടെ കയ്യിൽ ഈ 6 വണ്ടികൾ മാത്രമേ ഉള്ളൂ. അല്ല, നമുക്കിപ്പം 2017 C220 നമുക്ക് അവൈലബിൾ ഉണ്ട്. വെറും 34,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമ്മൾ 21 lakhs ആണ് ആസ്കിങ്. പിന്നെ അതേപോലെ തന്നെ 2018 ഉണ്ട് C220. അത് വൈറ്റ് ആണ്, ഇത് ബ്രൗൺസ് ആണ്. ഇത് 50,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, രണ്ടും ഒന്ന് ഡെല്ലി നമ്പറും ഒന്ന് HR നമ്പറാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഫോളോവേഴ്സ് ആവശ്യപ്പെട്ടാൽ ഏത് വണ്ടി വേണം അതെ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമുക്ക് G63 ഉണ്ട്, മെർസിഡീസ് കേരള വണ്ടി നമുക്ക് അവൈലബിൾ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, ലോ കിലോമീറ്റർ, 40,000 ഓടിയ വണ്ടിയുണ്ട്. പിന്നെ ഒരു LC 300 ഉണ്ട്, ഡൽഹി രജിസ്ട്രേഷൻ വണ്ടിയുണ്ട്. അതെ, വെറും 3000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2023-24 വണ്ടിയാണ്. 3000 കിലോമീറ്റർ ഓടിയുള്ള ഡൽഹി നമ്പർ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിങ്ങൾ അപ്പോൾ ഏത് രീതിയിലുള്ള വാഹനം അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾ ചെറുത് മുതൽ വലുത് വരെ നമ്മളെല്ലാ രീതിയിലുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട്. എല്ലാ കസ്റ്റമേഴ്സിനെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ഹൈ ക്വാളിറ്റി എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും ഗുഡ് ബൈ.